ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 2030 ഉഭയകക്ഷി വ്യാപാരം 50,000 കോടി ഡോളറിലെത്തിക്കാൻ ഇന്ത്യ-US ധാരണ. അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങി. പുൽവാമയിൽ 6 വർഷം മുമ്പ് രക്തസാക്ഷിത്വം വരിച്ച 40 CRPF സേനാംഗങ്ങൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ധീര സൈനികരുടെ ത്യാഗം വരും തലമുറ മറക്കില്ലെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ റീസർവേയുടെ 3ാം ഘട്ടത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കൊയിലാണ്ടിയിൽ ആനകൾ ഇടഞ്ഞ് മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്ന് സംസ്കരിക്കും. 38ാമത് ദേശീയ ഗെയിംസ് സമാപന സമ്മേളനം ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ വൈറ്റ് ഹൌസിൽ നിർണായക കൂടിക്കാഴ്ച നടത്തി. 2030 ഉഭയകക്ഷി വ്യാപാരം 50,000 കോടി ഡോളറിലെത്തിക്കാൻ ഇരു രാജ്യവും ധാരണയായി. പ്രതിരോധം, വ്യാപാരം, സാമ്പത്തിക ഇടപെടൽ, സാങ്കേതികവിദ്യ, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായ ബഹുമേഖലാ ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം ഈ വർഷം അവസാനത്തോടെ യാഥാർത്ഥ്യമാക്കാനുള്ള ചർച്ച നടക്കുകയാണെന്ന് നേതാക്കൾ അറിയിച്ചു. 10 വർഷത്തെ US ഇന്ത്യ പ്രതിരോധ പങ്കാളിത്തത്തിനുള്ള പുതിയ ചട്ടക്കൂട് അന്തിമമാക്കാനും തീരുമാനിച്ചു. പ്രതിരോധ സംഭരണ ചർച്ചകളുമായി മുന്നോട്ടു പോകാനും ധാരണയായെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി അറിയിച്ചു. 2 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ഫ്രാൻസ് പര്യടനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി അമേരിക്കയിലെത്തിയത്. കശ്മീരിലെ പുൽവാമയിൽ 40 CRPF സേനാംഗങ്ങൾ രക്തസാക്ഷിത്വം വരിച്ചിട്ട് ഇന്ന് 6 വർഷം. 2019 ഫെബ്രുവരി 14 ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ ഭീകരാക്രമണത്തിൽ സൈനികർ വീരമൃത്യു വരിച്ചത്. ഡൽഹിയിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ അനുസ്മരണ ചടങ്ങുകൾ നടന്നു. പുൽവാമ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ധീര സൈനികരുടെ ത്യാഗവും രാഷ്ട്രത്തോടുള്ള അചഞ്ചലമായ സമർപ്പണവും വരും തലമുറ ഒരിക്കലും മറക്കില്ലെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തീവ്രവാദം മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ശത്രുവാണെന്നും ലോകം മുഴുവൻ അതിനെതിരെ ഒന്നിച്ചു പോരാടുകയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുൽവാമ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ശ്രീ അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് കർണാടക സന്ദർശിക്കും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് സംഘടിപ്പിക്കുന്ന 10ാമത് അന്താരാഷ്ട്ര വനിതാ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ശ്രീമതി മുർമു പങ്കെടുക്കും. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ സർവേ 3ാം ഘട്ടത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ രാജൻ കൊല്ലത്ത് നിർവഹിച്ചു. ഡിജിറ്റൽ റീസർവേയിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേ വഴി ഇതുവരെ 6 ലക്ഷം ഹെക്ടർ ഭൂമി അളന്നു. കോട്ടയത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലുണ്ടായ റാഗിംഗിൽ കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംഭവം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. തീർച്ചയായിട്ടും പരമാവധി നടപടികൾ അത് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശം നൽകിയത്. ഈ സംഭവം നടന്ന കോട്ടയത്തെ ജനറൽ നഴ്സിംഗിന്റെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നതിനുമാണ്. ഇനി DME തലത്തിൽ സ്വീകരിക്കുന്നതിനപ്പുറത്ത് ഗവൺമെന്റ് സ്വീകരിക്കേണ്ട നടപടിയാണെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ +1 വിദ്യാർത്ഥിയെ സ്കൂൾ കെട്ടിടത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. എരുമക്കുഴി സ്വദേശി ബെൻസൺ എബ്രഹാമാണ് മരിച്ചത്. കുട്ടിയെ കാണാനില്ലെന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. പോലീസും കേസെടുത്തിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ഉത്സവത്തിനിടെ ആനകൾ ഇടഞ്ഞ് തിക്കിലും തിരക്കിലും മരിച്ച 3 പേരുടെയും മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. മന്ത്രി MB രാജേഷ് അന്തിമോപചാരം അർപ്പിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ഉത്സവത്തിനിടെ ആനയിടിഞ്ഞ് തിക്കിലും തിരക്കിലും അപകടത്തിൽ മരിച്ച 3 പേരുടെയും മൃതദേഹങ്ങളുടെ പ്രദേശമായ കൊയിലാണ്ടി കുറുവങ്ങാട് മാവിൻ ചുവട്ടിൽ എത്തിച്ച ശേഷം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് ഇന്ന് തന്നെ സംസ്കാരവും നടക്കും. ലീല, അമ്മുക്കുട്ടി, രാജൻ എന്നിവരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഒരു കുട്ടിയുൾപ്പെടെ സാരമായി പരിക്കേറ്റ 12 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തെക്കുറിച്ചുള്ള വനം വകുപ്പിന്റെ വിശദമായ റിപ്പോർട്ട് ഇന്ന് കൈമാറുമെന്ന് ഉത്തരമേഖല CCF അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് വനം മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. പോലീസും അന്വേഷണം നടത്തുന്നുണ്ട്.
യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് ജനശതാബ്ദി എക്സ്പ്രസിന് അധിക കോച്ച് അനുവദിക്കുമെന്ന് റെയിൽവേ. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്കും തിരിച്ചുമുള്ള ട്രെയിനുകൾക്ക് ഇന്നു മുതൽ 17 വരെയാണ് താൽക്കാലികമായി അധിക കോച്ച് അനുവദിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വരുത്തുന്ന കാട്ടുകൊമ്പനെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി വനം വകുപ്പ്. അടുത്ത ദിവസങ്ങളിൽ കാട്ടാന ഇരുചക്ര വാഹന യാത്രികർക്ക് നേരെയും KSRTC ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയിരുന്നു. 5 പേരടങ്ങുന്ന സംഘം രാത്രിയും പകലും ആനയെ നിരീക്ഷിക്കും. ആനയുടെ സാന്നിധ്യം സംബന്ധിച്ച് കൃത്യമായ വിവരം കൈമാറാനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നതെന്ന് മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ S ബിജു പറഞ്ഞു. നിരീക്ഷണം ശക്തമാക്കുക, ഈ ആനയുടെ കൃത്യമായ ലൊക്കേഷൻ ജനങ്ങളെ അറിയിക്കുക. ഹൈവേയിലോട്ട് ആന വരികയാണെങ്കിൽ അതിനെ ഓടിച്ചു വിടാനുള്ള സംവിധാനം ചെയ്യുക. അതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ 5 പേരുണ്ടാവും. പിന്നെ അടിയന്തര ഘട്ടങ്ങളിൽ ഇവിടുന്ന് കൂടുതൽ ആളുകൾ വാഹനത്തിലൂടെ എത്തിച്ചേരും. വിനോദസഞ്ചാരികൾക്ക് വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ഈ ആനകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് എല്ലാ വാഹനങ്ങളിലും ഒരു മെസ്സേജ് കൊടുക്കാനുള്ളൊരു സംവിധാനം രൂപീകരിക്കും. കേരള എക്കണോമിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സാമ്പത്തിക സമ്മേളനം ഇന്ന്. കേരളത്തിന്റെ വികസന മാതൃകയും വെല്ലുവിളികളും ചർച്ച ചെയ്യുന്ന സമ്മേളനം തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലയിലെ നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പാറശാല വരെ നീളുന്ന 793.68 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന മലയോര പാതയുടെ 250 കിലോമീറ്റർ പണി പൂർത്തിയായി. ആദ്യ റീച്ചായ കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി കാക്കാടംപൊയിൽ റോഡ് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സീനിയർ നാഷണൽ യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് തുടരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. പിരപ്പൻകോട് ഇന്റർനാഷണൽ അക്വാട്ടിക് കോംപ്ലക്സിൽ നടക്കുന്ന സീനിയർ യോഗ ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച വരെ തുടരും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 700ഓളം താരങ്ങളും 200ഓളം ഒഫീഷ്യൽസും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. റിഥമിക് യോഗ, പ്രൊഫഷണൽ യോഗ, ആർട്ടിസ്റ്റിക് സോളോ തുടങ്ങി 6 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. ഞായറാഴ്ച നടക്കുന്ന സമാപന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും. സമാപന ചടങ്ങിൽ താരങ്ങളുടെ ഒരുമിച്ചുള്ള യോഗ പ്രദർശനവും നടക്കും. 38ാമത് ദേശീയ ഗെയിംസ് സമാപന സമ്മേളനം ഇന്ന്. ഹൽദ്വാനി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യ അതിഥിയാകും. അടുത്ത ദേശീയ ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്ന മേഘാലയ ഗെയിംസിന്റെ പതാക ഏറ്റുവാങ്ങും. മത്സര ഇനങ്ങൾ ഇന്നലെ സമാപിച്ചപ്പോൾ സർവീസസ് ആണ് 1ാം സ്ഥാനത്ത്. 14ാം സ്ഥാനത്താണ് കേരളം. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിന്റെ 3ാം സീസണ് ഇന്ന് ഗുജറാത്തിലെ വഡോദരയിൽ തുടക്കം. രാത്രി 7:30 ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ജംഷഡ്പൂരിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി. ഇന്ന് ഒഡീഷ ഹൈദരാബാദിനെ നേരിടും. ബംഗളൂരുവിൽ നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ എയ്റോ ഷോയായ എയ്റോ ഇന്ത്യയുടെ 15ാമത് പതിപ്പിന് ഇന്ന് സമാപനം. ബംഗളൂരുവിൽ യലഹങ്കയിലെ വ്യോമതാവളത്തിലായിരുന്നു 5 ദിവസം നീണ്ട പ്രദർശനം. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട്, നിർജ്ജലീകരണം, സൂര്യാഘാതം എന്നിവയ്ക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ചൂട് കൂടിയതോടെ സൂര്യാതാപത്തിനുള്ള സാധ്യത കണക്കിലെടുത്ത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ചു. മെയ് 10 വരെയാണ് സമയമാറ്റം. ഉച്ചയ്ക്ക് 11 മുതൽ 3 വരെ ആവശ്യമെങ്കിൽ വിശ്രമം അനുവദിക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയുള്ള സമയത്ത് ആകെ ജോലി സമയം 8 മണിക്കൂറായി നിശ്ചയിച്ചു. നിശാഗന്ധി നൃത്തോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയരും. കനകക്കുന്ന് കൊട്ടാരം ഗ്രൌണ്ടിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നൃത്തോത്സവം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ കഥക് വിദഗ്ധൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനിക്ക് മന്ത്രി നിശാഗന്ധി പുരസ്കാരം സമ്മാനിക്കും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന കഥകളി മേളയ്ക്കും ഇന്ന് തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. 2030ഓടെ ഉഭയകക്ഷി വ്യാപാരം $50,000 കോടി ഡോളറിലെത്തിക്കാൻ ഇന്ത്യ-US ധാരണ. അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങി. പുൽവാമയിൽ 6 വർഷം മുമ്പ് രക്തസാക്ഷിത്വം വരിച്ച 40 CRPF സേനാംഗങ്ങൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ധീര സൈനികരുടെ ത്യാഗം വരും തലമുറ മറക്കില്ലെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ റീസർവേയുടെ 3ാം ഘട്ടത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കൊയിലാണ്ടിയിൽ ആനകളിടഞ്ഞ് മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്ന് സംസ്കരിക്കും. 38ാമത് ദേശീയ ഗെയിംസ് സമാപന സമ്മേളനം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.